ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പള്ളിക്കരയ്ക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.5 സെൻറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 8 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ട വിരിച്ച റോഡാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കാണാം. 2 ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് കയറാവുന്ന ഒരു ഫോൾഡിംഗ് ഗേറ്റും കൂടാതെ മറ്റൊരു ഫോൾഡിങ്ങും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. ഈ ഭാഗത്തായി ഒരു കവേർഡ് കാർ പോർച്ച് ഏരിയ കാണാം. കടപ്പാക്കല്ലാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മാണം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞിലിയും തേക്കുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ഡോറുകളും ജനലുകളെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മാണം. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും ചിമ്മിനി മോഡലുള്ള സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഫ്ലോറിങ്ങിനായി മനോഹരമായ വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന കവാടമെല്ലാം മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ്. അവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ ചെല്ലാം. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ഡൈനിങ് ഹാൾ ഏരിയ. വിശാലമായൊരു ഹോൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചേരിട്ടിരിക്കാവുന്ന 2 ടേബിൾ ഇടാവുന്ന അത്രയും സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശാലമായൊരു കിച്ചൺ ഇവിടെയും ലഭിക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അതും നല്ല വലിപ്പത്തിലുള്ളത് തന്നെയാണ്. ഫുൾ കവേർഡോടുകൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായാണ് ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും വരുന്നത്. ഇതും ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പ്യാരി വെയർ കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡിലിനായി സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് നമുക്ക് കാണാം. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിലായി 3 ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നു. അവിടെയായി ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലെ നിലയിലെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. അത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കരക്കടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.5 സെന്റിൽ 2430 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 93 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.